ഒരു ഉദാഹരണത്തിന് മെയ് 15-ാം തീയതിയാണ് നമ്മൾ പുറപ്പെടുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ അന്ന് നിങ്ങൾ രാവിലെ അതിന് മുമ്പ് തന്നെ പെട്ടിയും സാധനങ്ങളൊക്കെ റെഡിയാക്കും. അതിന്റെ ഷർത്തും പറലൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. എല്ലാം അത്യാവശ്യം വേണ്ടപ്പെട്ട മുതലൊക്കെ റെഡിയാക്കി പെട്ടിയിലൊക്കെ വെച്ച് പിന്നെ ഒക്കെ സെറ്റപ്പ് ആക്കി. ചൂട് കാലാട്ടോ, നല്ല ചൂടാണ്. ഇനി ഇവിടെ അങ്ങോട്ട് പെരുംചൂടാണ്. ഹജ്ജിലൊക്കെ നല്ല പൊരിഞ്ഞ ചൂടായിരിക്കും, ബേജാറാവണ്ട. ചൂടിന് അത്യാവശ്യമായ എന്തെങ്കിലും വല്ല കൂവപ്പൊടിയോ ഒക്കെ കൊണ്ടുപോകാം. മറ്റേ ഈ കസുകസ് ഉണ്ടല്ലോ, കറുത്ത കസുകസ്, അതൊന്നും ആരും കൊണ്ടുപോകാൻ നിൽക്കരുത്. കൂവപ്പൊടി കൊണ്ടുപോകാം. അത്തരം ചൂടിനെ തടുക്കാൻ ആവശ്യമായ ശാരീരിക ആവശ്യത്തിനുള്ളതൊക്കെ എടുത്തു വെച്ച് നിങ്ങളുടെ സാധന സാമഗ്രികളൊക്കെ എടുത്തു വെച്ച് റെഡിയാക്കുകയാണ്. ആദ്യം പെട്ടി തയ്യാറാക്കുമ്പോൾ എന്താ നിങ്ങൾ വെക്കുക? ഒരാളോട് ചോദിക്കണല്ലോ. ആദ്യം പെട്ടിയിൽ നിങ്ങൾ എന്താ വെക്കുക? പെട്ടി റെഡിയാക്കുമ്പോൾ എന്താ നിങ്ങൾ ആദ്യം എടുത്ത് വെക്കുക? ഉറുമാമ്പൊടിയാ, ഏറാൻ തുണിയാ? എന്താ വെക്കണ്ടേ? ഏറാൻ തുണി പെട്ടിയിൽ വെച്ച് ലഗേജിൽ വിട്ടാ പിന്നെ ഏറാൻ കിട്ടണ്ടേ? എന്താ നിങ്ങൾ വെക്കുക? എന്നാ ഞാൻ പറയാ. ചിലർ പറയും മുസാഹിബ്, ചിലർ ഏറാൻ തുണി. 2 കിലോ ക്ഷമ. നല്ല ക്ഷമ വേണം. ഹജ്ജിന് പോണ ആളുകൾ അവിടെ ചെന്നിട്ട് അങ്ങനെ പോകുമ്പോൾ ഒഴിയ തൊള്ളയിലിടാന്ന് വിചാരിച്ചാലും പോയിട്ട് കാര്യമില്ല. പല ജാതി പ്രതിസന്ധികളും വരുമ്പോൾ അവിടെയൊക്കെ മനസ്സ് പൊട്ടാതെ നാവടക്കി പണിയെടുക്കുന്നു. പണ്ട് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചതുപോലെ നാവടക്കി അമല് ചെയ്യാനുള്ള ഒരു ക്ഷമ, അതാണ് ആദ്യം ബാഗിൽ എടുത്തു വെക്കേണ്ടത്.